ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 7. മമേവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. വിവർത്തനം: എൻ്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഭാവാർത്ഥം: ജീവസത്തയുടെ വ്യക്തിത്വം വെളിവാക്കുന്നു ഈ ശ്ലോകം. പരമപുരുഷന്റെ ചെറിയൊരു അംശമാണ് ജീവാത്മാവ്. എന്നും അങ്ങനെ തന്നെയായിരിക്കും. ബദ്ധാവസ്ഥയിൽ വ്യക്തിഗത ഭാവം കൈക്കൊള്ളുന്നതാണെന്നും മുക്തി നേടിയാൽ പരമപുരുഷൻ ലയിച്ച് ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്നുവെന്നും പറയുന്നത് ശരിയല്ല. ജീവൻ എന്നും അംശഭൂതനാണ്. സനാതനഃ എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. വേദങ്ങൾ അനുസരിച്ച് ഭഗവാൻ അനേകം വിസ്തരണങ്ങളിലൂടെ ആവിർഭവിക്കുന്നുണ്ട്. അവയിൽ പ്രാധാന്യമേറിയവയെ വിഷ്ണു തത്വമെന്നും രണ്ടാം തരമായ മറ്റുള്ളവയെ ജീവാത്മാക്കളെന്നും പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വിഷ്ണു തത്വമാണ് സ്വാംശമെന്ന് പറയുന്നവ. വിഭിന്നാംശങ്ങൾ ജീവാത്മാക്കളും. സ്വാംശങ്ങളിൽ ശ്രീരാമൻ, നരസിംഹം, വിഷ്ണുമൂർത്തി എന്നിവരും വൈകുണ്ഠഗ്രഹങ്ങളിലുള്ള പ്രധാന ദേവന്മാരും ഉൾപ്പെടും. വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കൾ നിത്യദാസരാണ്. ഭഗവാന്റെ സ്വാംശങ്ങൾക്ക് വ്യക്തിഗതമായ ദൈവതഭാവം എല്ലായ്പ്പോഴുമുണ്ട്. അതുപോലെ വിഭിന്നാംശങ്ങൾക്കുമുണ്ട് തനതായ വ്യക്തിത്വം. അംശങ്ങളെന്ന നിലയിൽ ജീവാത്മാക്കൾ ഭഗവത് ഗുണാംശങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവയിലൊന്നാണ് സ്വാതന്ത്ര്യം. വ്യക്തിഗതാത്മാവെന്ന നിലയിൽ ഓരോ ജീവസത്തയ്ക്കും വ്യക്തിത്വമുണ്ട്. അതോടൊപ്പം പരിമിതമായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ജീവൻ ബദ്ധാത്മാവായിത്തീരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് വേണ്ടും വിധമാണെങ്കിൽ അവയിൽ നിന്ന് മോചനം നേടാം. ഏതു വിധത്തിലും പരമപുരുഷനെപ്പോലെ ജീവാത്മാവിന് ഗുണങ്ങളാൽ ശാശ്വതത്വമുണ്ട്. മുക്തനായ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിക്ക് അടിമയല്ല. മറിച്ച് അയാൾ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിലേർപ്പെടുന്നു. ബദ്ധമായ ജീവിതത്തിൽ ആ ജീവൻ ഭൗതികമായ ത്രിഗുണങ്ങൾക്ക് വശപ്പെടുകയും അങ്ങനെ പ്രേമഭരിതമായ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ മറന്നുപോവുകയും ചെയ്തേക്കാം. അതിൻ്റെ ഫലമായി ഈ ഭൗതിക ലോകത്തിൽ തൻ്റെ ജീവിതം നിലനിർത്താൻ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കാനിടവരും. എല്ലാ ജീവാത്മാക്കളും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തെ ഭരിച്ചു പോരുന്ന ബ്രഹ്മാവിഷ്ണു ശിവാദികളും പരമപുരുഷാംശങ്ങളാണ്. അവരാരും ക്ഷണിക നേരത്തേക്ക് മാത്രം പ്രത്യക്ഷീഭവിച്ചവരല്ല, ശാശ്വതരാണ്. കർഷതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബദ്ധനായ ജീവൻ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടതുപോലെ മിഥ്യാഹങ്കാരത്തിൻ്റെ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികതയിലേക്ക് ജീവനെ മുഖ്യമായി പിടിച്ചിഴയ്ക്കുന്നത് മനസ്സു തന്നെ. മനസ്സ് സത്വഗുണ സമ്പന്നമായിരിക്കെ മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. രജോ ഗുണഭരിതമെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ ക്ലേശകരങ്ങളായിരിക്കും. തമസ്സിനടിപ്പെട്ടിരുന്നാൽ താഴ്ന്ന തരം ജീവികളുടെ പദവിയിലേക്ക് നീങ്ങും. ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെട്ട ഭൗതിക ശരീരം കൊണ്ട് ജീവാത്മാവ് സ്വയം ആവരണം ചെയ്തിരിക്കുകയാണെന്നും മോചനം നേടുമ്പോൾ ഈ കവചം നശിച്ച് ആത്മീയ ശരീരം അതിൻ്റെ വ്യക്തിഗതമായ കഴിവുകളോടെ പ്രത്യക്ഷപ്പെടുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. സ വാ ഏഷ ബ്രഹ്മനിഷ്ഠ ഇദം ശരീരം മധ്യം അതിസൃജ്യ ബ്രഹ്മാഭിസമ്പദ്യ ബ്രഹ്മണാ പശ്യതി ബ്രഹ്മണാ ശൃണോതി ബ്രഹ്മണൈ വേദം സർവം അനുഭവതി മാധ്യം ദിനായനശ്രുതി. ഒരാൾ സ്വശരീരം ത്യജിച്ച് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കെ തൻ്റെ ആത്മീയ ശരീരം വീണ്ടും കൈക്കൊള്ളുന്നു. അതിലിരുന്നു കൊണ്ട് അയാൾക്ക് പരമപുരുഷനെ മുഖത്തോട് മുഖം കാണാനും സംവദിക്കാനും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാനും കഴിയും. വസന്തി യത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്തയഃ എന്ന് സ്മൃതിയുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ എല്ലാവരും ഭഗവാന്റേതുപോലുള്ള ശരീരമുള്ളവരാണ്. ശരീരഘടനയിൽ വിവിധ വിഷ്ണുമൂർത്തികൾക്കും ജീവാത്മാക്കൾക്കും തമ്മിൽ വ്യത്യാസമില്ല.
ഒരു തരത്തിൽ പറഞ്ഞാൽ മുക്തനായ ജീവന് ഭഗവത് കരുണയാൽ ഒരു ആധ്യാത്മിക ശരീരം ലഭിക്കുന്നു. മാമൈവാംശഃ, ഭഗവാന്റെ ചെറിയ അംശങ്ങൾ എന്നതും വളരെ അർത്ഥവത്താണ്. പരമപുരുഷന്റെ ഒരംശമെന്നത് ഉടഞ്ഞ ഒരു ഭൗതിക വസ്തുവിൻ്റെ തുണ്ടുപോലെയുള്ളതല്ല. ആത്മാവിനെ തുണ്ടുതുണ്ടാക്കാൻ വയ്യെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൗതികമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല ഇത്. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച് കഷ്ണങ്ങളാക്കാം, കൂട്ടിച്ചേർക്കുകയുമാവാം. ആ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല. സനാതന എന്ന സംസ്കൃത പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെറിയ അംശം ശാശ്വതമാണ്. 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്, സർവ്വജീവികളിലും പരമപ്രഭുവിൻ്റെ ചെറിയ അംശം ഉണ്ടെന്ന്. ദേഹിനോസ്മിൻ യഥാദേഹേ. ഈ ചെറിയ അംശം ശരീരത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ മുൻകാലത്ത് പരവ്യോമത്തിൽ ആധ്യാത്മിക ഗ്രഹത്തിൽ തൻ്റേതായിരുന്ന അഭൗതിക ശരീരം കൈക്കൊണ്ട് ഭഗവത് സന്നിധി പോകി ആനന്ദിക്കുന്നു. സ്വർണ്ണത്തരികൾ ഓരോന്നും സ്വർണം തന്നെ എന്നതുപോലെ ഭഗവത് അംശങ്ങളെന്ന നിലയ്ക്ക് ജീവസത്തകൾ ഗുണം കൊണ്ട് ഭഗവത് സദൃശങ്ങൾ തന്നെയെന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.